കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി ലിഡിലോട്ട് ഇറങ്ങിയതാണ്. അന്നേരം അവിടെ എല്ലാം ക്ലോസ്ഡ്. എന്തോ ഒരു പവർ ഇഷ്യൂ കാരണം ലിഡിൽ ക്ലോസ്ഡ്. തൊട്ടിപ്പുറത്ത് ഹോം ബാർഗെയിൻ ക്ലോസ്ഡ്. അവർ പുറത്ത് എഴുതി ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് അൽദി ഉണ്ട്. അപ്പൊ അങ്ങോട്ടൊന്ന് എത്തി നോക്കിയപ്പോൾ അവിടെയും അത് തന്നെ അവസ്ഥ. സെക്യൂരിറ്റി പുറത്തുനിന്ന് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പ്ലാനില്ലായിരുന്നു. വീട്ടിലോട്ട് സാധനം മേടിക്കാൻ വേണ്ടി പോയതല്ലേ. പക്ഷേ ഇങ്ങനെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് വന്നപ്പോൾ എന്നാൽ പിന്നെ ഇച്ചിരി വീഡിയോ എടുത്തേക്കാൻ ഓർത്തു. ഇനി അടുത്ത ഓപ്ഷൻ നേരെ ക്വാളിറ്റി പോയിട്ട് ക്വാളിറ്റി വർക്കിംഗ് ആണോ നോക്കുവാണ്. ക്വാളിറ്റി ഫുഡ്സ് ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോർ ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഭാഗ്യത്തിന് ക്വാളിറ്റി വർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ ലിഡിൽ മെയിൻ ആയിട്ട് പോയത് മുട്ട മേടിക്കാനാണ്. മുട്ടയ്ക്ക് ലിഡിൽ അത്യാവശ്യം റേറ്റ് കുറവ്. ഈ സമയമായതുകൊണ്ട് ക്വാളിറ്റിയിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പൊന്നെ, അങ്ങനെ പൊന്നും വില കൊടുത്ത് ഞാൻ മുട്ട വാങ്ങിയെന്ന് പറയാം. പക്ഷെ എന്നാ ചെയ്യാൻ, മുട്ടയില്ലാതെ ജീവിതം അങ്ങനെ സാധനമൊക്കെ ബില്ല് ചെയ്ത് ഞാൻ ഹൈ സ്ട്രീറ്റിലോട്ട് പോവാണ്. പൈനാപ്പിൾ വാങ്ങിക്കാം. ക്വാളിറ്റിയിലെ പൈനാപ്പിൾ അത്ര നല്ലതല്ല. ഹൈ സ്ട്രീറ്റിലാണെങ്കിലും സാധാരണ കാണുന്ന ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതേ ഹോൺസ്ലോ മാർക്കറ്റിലെ ഗ്രിൽ ചിക്കൻ അടിപൊളിയാണ് കേട്ടോ. ഹൈ സ്ട്രീറ്റിൽ പള്ളിയുടെ മുമ്പിൽ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. അവിടുന്ന് പൈനാപ്പിൾ മേടിക്കാം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ പോയത്. പക്ഷെ പൈനാപ്പിൾ ഒഴിച്ച് ബാക്കി എല്ലാ ഫ്രൂട്ട്സും അവിടെ ഉണ്ട്. തൊട്ടിപ്പുറത്ത് ദി സ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട്. പക്ഷെ എന്നാ ചെയ്യാൻ, അവർ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ, കാർഡ് എടുക്കത്തില്ല. ആവശ്യം എൻ്റെ ആയി പോയതുകൊണ്ട് ഞാൻ ക്യാഷ് വിഡ്രോ ചെയ്ത് പൈനാപ്പിൾ വാങ്ങി. പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തൊരു റാൻഡം മിനി വ്ളോഗാണ് ഇത്. ആ പൂട്ടിക്കിടന്ന ലിഡിലാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഇൻസ്പയർ ആയത്. അങ്ങനെ ഞാൻ സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു വീഡിയോ ഒന്നും എടുക്കണമെന്ന് വിചാരിച്ചല്ല. പക്ഷെ നമ്മൾ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നണേ. ഇന്നിതാ ആദ്യമായിട്ട് അവിടുത്തെ ആ പവർ ഇഷ്യൂ ലിഡിലും ബർഗനിലും അൽദിയിലും ഒക്കെ ക്ലോസ്ഡ് ആയിട്ട് കണ്ടപ്പോഴാണ് ഞാൻ എന്നാൽ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചങ്ങ് എടുത്തു തുടങ്ങിയത്. ഈ 2026 ഞാൻ ആകൊറ്റ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തുള്ളത്. അത് എന്നാന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകുന്ന സാധനം അല്ലാണ്ട് ഒരു സാധനം പോലും എക്സ്ട്രാ വാങ്ങില്ല. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു റെസൊല്യൂഷൻ എടുത്തായിരുന്നു. ഇപ്പോൾ മാർച്ച് ആയില്ലേ, സോ ഫാർ ഞാൻ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.